വിവാഹം മുടങ്ങിയെന്നാരോപിച്ച് വീട്ടിൽ കയറി ഹൃദ്രോഗിയായ മധ്യവയസ്കനെയും ഭാര്യയെയും ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ച സംഭവത്തിൽ പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചേർത്ത് പോലീസ്. മലപ്പുറം കോട്ടക്കലിൽ കഴിഞ്ഞ 3-ാം തീയതി രാത്രിയായിരുന്നു സംഭവം. ഒതുക്കുകൾ സ്വദേശിയായ പിതാവും മകനും ബന്ധുവുമാണ് അറസ്റ്റിലായവർ. ചെറുകുന്ന് സ്വദേശി കൊടലിക്കാടൻ കുട്ട്യാലി എന്ന 61-കാരനാണ് മർദ്ദനത്തിന് ഇരയായത്. വിവാഹം മുടങ്ങിയെന്നാരോപിച്ച് നിരപരാധിയായ മധ്യവയസ്കനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിലാണ് കൂടുതൽ നിയമവകുപ്പുകൾ ചേർത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മർദ്ദനത്തിനിരയായ കുട്ട്യാലിയുടെ അയൽവാസി തയ്യിൽ അബ്ദു, മകൻ നാഫി, ഇവരുടെ ബന്ധു നെട്ടിച്ചാടി കോട്ടേരി ജാഫർ എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ 3-ാം തീയതി രാത്രി 8 മണിയോടെയാണ് അബ്ദുവും മകനും ബന്ധുക്കളും അടക്കമുള്ള സംഘം കുട്ട്യാലിയെ വീട്ടിലെത്തി മർദ്ദിക്കുന്നത്. നാഫിയുടെ വിവാഹം മുടങ്ങിയതിന് കാരണം പറഞ്ഞായിരുന്നു മർദ്ദനം. കുട്ട്യാലിയുടെ ഭാര്യയെയും മർദ്ദിച്ചു. തുടർന്ന് ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുകയായിരുന്നു. ഇരുവരും മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. സംഭവത്തിന്റെ യഥാർത്ഥ വസ്തുത പുറത്തുവന്നതോടെ ഹൃദ്രോഗി കൂടിയായ കുട്ട്യാലിക്കായി നാടൊന്നിച്ചു. ഇതിനിടെ പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. ദുർബല വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചേർത്തതെന്ന വിമർശനവും ഇതോടെ ഉയർന്നു. പിന്നാലെ ജില്ലാ പോലീസ് മേധാവിക്കും കുടുംബം പരാതി നൽകി. വീട്ടിൽ കയറി ആക്രമിച്ച ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു, സ്ത്രീയെയും ആക്രമിച്ചു തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് അറസ്റ്റെന്ന് ഇൻസ്പെക്ടർ അശ്വത് എസ് കാരന്മയിൽ പറഞ്ഞു. വിവാഹം മുടക്കിയെന്ന് ആരോപിച്ചുകൊണ്ട് കുട്ട്യാലി എന്ന് പറയുന്ന പ്രായമുള്ള ആളിനെ ഉപദ്രവിക്കുകയും വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകളെ ആക്രമിക്കുകയും ചെയ്ത ആളുകൾക്ക് അന്ന് നോട്ടീസ് സെർവ് ചെയ്ത് വിട്ടിരുന്നതാണ്. എന്നാൽ തുടർന്നുള്ള അന്വേഷണത്തിൽ പ്രതികളെല്ലാവരും തന്നെ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളതായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പ്രതികളെ എല്ലാവരും തന്നെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിലവിൽ 3 പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ജാഫർ, ഒരു അബ്ദു, ഒരു നാഫി. ഈ 3 പേരാണ് ഇപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്തത്. കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് അന്വേഷണം നടത്തുന്നുണ്ട്. കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുകയാണ്. വിവാഹം കഴിച്ചയച്ച 2 പെൺമക്കളും മകനും അടങ്ങിയതാണ് കുട്ട്യാലിയുടെ കുടുംബം. 2 വർഷം മുമ്പാണ് പ്രവാസിയായിരുന്ന ഇദ്ദേഹം നാട്ടിലെത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികൾക്ക് കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. മലബാർ ടൈംസ്, കോട്ടയ്ക്കൽ.